നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്തിതാ ഇടതുപക്ഷത്തിന്റെ തലയിൽ കണ്ടകശനിയാണ് വന്നിരിക്കുന്നത്. കാരണം KB ഗണേഷ് കുമാർ ഒരു പെണ്ണ് കേസിൽ പെട്ടിരിക്കുകയാണ്. ആകെ വിവാദമായിരിക്കുന്നു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ഒരു പെൺ വിഷയത്തിൽ പെട്ടപ്പോൾ സ്പോട്ടിൽ തന്നെ UDF രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതേ രീതി തന്നെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും സ്വീകരിക്കണമെന്നാണ് CPM-ലെ നേതാക്കളും CPI-ലെ നേതാക്കളും പറയുന്നത്. ഗണേഷ് കുമാർ ഇന്ന് പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടാതെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ്. കാരണം KB ഗണേഷ് കുമാർ എന്ന് രാജിവെച്ചില്ലെങ്കിൽ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് UDF-ഉം BJP-യും ഒക്കെ പോകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയ ഒരു തലവേദനയായി മാറും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ വാർത്ത പുറത്തേക്ക് എത്തിച്ചത് മുൻ DGP-യും ശാസ്തമംഗലം വാർഡ് കൗൺസിലറുമായ R ശ്രീലേഖയാണ്. ശ്രീലേഖയുടെ ഒറ്റ മികവ് കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറംലോകം തന്നെ അറിഞ്ഞിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണത്തിൽ കടുത്ത നിലപാടുമായി ഇടതുമുന്നണി നേതാക്കൾ ഇപ്പോൾ നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കളുമായി മുഖ്യമന്ത്രി ആശയവിനിമയമൊക്കെ നടത്തിയിട്ടുണ്ട്. ഭാര്യ പരസ്യമായി ഉന്നയിച്ച പരാതിയിൽ ന്യായീകരണത്തിനും സംരക്ഷണത്തിനും നിൽക്കാതെ ഗണേഷിനെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് നേതാക്കൾ ഭൂരിഭാഗവും അറിയിച്ചിട്ടുള്ളത്. മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഗണേഷിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സൂചനകൾ. സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചു എന്ന് ഗണേഷിന്റെ ഭാര്യ പറഞ്ഞതും സ്ഥിതി കൂടുതൽ ഗൗരവമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന കാര്യവും അനിശ്ചിതത്വത്തിലാണ്. മന്ത്രിയെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന നിലപാടിലാണ് CPI-ക്കുള്ളത്. ചൊവ്വാഴ്ച തീരുമാനമുണ്ടാകുമെന്നാണ് ഇതേക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. വാളകത്ത് മന്ത്രിയുടെ വീട്ടിലുണ്ടായ സംഭവത്തിൽ ഇന്റലിജൻസ് ഒരു വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും DGP-യെയും വിവരങ്ങൾ ധരിപ്പിച്ചുവെന്ന് ഇന്റലിജൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കയ്യേറ്റത്തിൽ ബിന്ദു മേനോൻ പരാതി നൽകിയാൽ കേസെടുക്കേണ്ടി വരുമെന്നാണ് ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുറത്തുവരാനുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ല എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ നേരിട്ട് പരാതി നൽകിയാൽ മാത്രം കേസെടുക്കാം എന്നാണ് പോലീസിന്റെ നിലപാട്. രണ്ട് പ്രശ്നങ്ങളാണ് സർക്കാരിനും മുന്നണിക്കും തലവേദനയായി മാറുന്നത്. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഭാര്യയെ ബലമായി പിടിച്ചു നിർത്തുകയും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. രക്ഷിക്കണമെന്ന അപേക്ഷയുമായി അടിയന്തര സഹായ നമ്പറിൽ മന്ത്രിയുടെ ഭാര്യ വിളിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് സംഘം ഒന്നും ചോദിക്കാതെ ഒരു നടപടിയും എടുക്കാതെ മടങ്ങിപ്പോയി. ഇത് രണ്ടും മന്ത്രിപദം ദുരുപയോഗം ചെയ്തതായും വീടിനുള്ളിൽ ഒരു സ്ത്രീ അതിക്രമണത്തിന് ഇരയായി എന്നുമുള്ള വാദം ബലപ്പെടും. കേസ് വന്നാൽ ഗണേഷ് നിർബന്ധമായും രാജിവെക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ പരാതിക്കാരി ആരാണെന്ന് അറിയുന്നതിനു മുമ്പും പരാതി ലഭിക്കുന്നതിനു മുമ്പും പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. രാഹുലിനെ പുറത്താക്കിയാണ് കോൺഗ്രസ് അന്ന് പിടിച്ചു നിന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ടെന്നും ഭാര്യ ബിന്ദു മേനോൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ വെച്ച് മോശമായ ഒരു അനുഭവം ഉണ്ടായി. മന്ത്രിയുടെ സഹായികൾ ചേർന്ന് എന്നെ തടഞ്ഞു വെച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഗണേഷ് കുമാർ ആയിരിക്കുമെന്നാണ് ബിന്ദു മേനോൻ പബ്ലിക്കിനോട് പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മന്ത്രിയുടെ വാളകത്തെ കുടുംബ വീട്ടിലാണ് സംഭവങ്ങൾ ഉണ്ടായത്. മന്ത്രിയെ അറിയിക്കാതെ വീട്ടിലെത്തിയ താൻ കിടപ്പുമുറിയിൽ കണ്ടത് പറയാൻ പറ്റില്ലെന്നും അതിന്റെ ചിത്രങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നും ബിന്ദു മേനോൻ പറയുകയാണ്. സംഭവം നടക്കുമ്പോൾ കൺട്രോൾ റൂമിൽ വിളിച്ചതനുസരിച്ച് പോലീസ് വീട്ടിലെത്തിയെങ്കിലും സഹായിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതെന്തായാലും പോലീസ് ഉത്തരം പറയേണ്ടി വരും.